ഈജിപ്തിലെ ഇസ്മാലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ മോഹൻജി, അദ്ദേഹത്തിന് ഇവിടെ മുമ്പ് ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആൾ കൃഷി ചെയ്യുന്നില്ല. ഇപ്പോൾ ആൾ ഈ റെഡിമെൻറ്റിൻ്റെ ബിസിനസ്സിലേക്ക് മാറിയതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയതാണ്. അപ്പോൾ ആ സ്ഥലം ഒന്ന് കാണിക്കാൻ ഞങ്ങളെ കൊണ്ടുവന്നതാണ്. രണ്ട് ഭാഗത്തും ചെറിയ ചെറിയ മാംഗോ മരം കേട്ടോ, വലിയ മരമൊന്നുമല്ല, ചെറിയ മരം. അതായത് ഞങ്ങൾ ദുബൈയിലൊക്കെ ഈ ജ്യൂസിന് ഉപയോഗിക്കുന്ന ഈജിപ്ഷ്യൻ മാംഗോ ആണ്. നല്ല രസമുള്ള വലിപ്പത്തിലുള്ള മാംഗോ ആണ്. അത് പല തരത്തിലുണ്ട്, വലുതും ചെറുതും ആയിട്ടുള്ള മാംഗോസ്. അപ്പോൾ അതൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. കൂടാതെ വാഴക്കൃഷി അതുകൊണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ഈജിപ്തിൽ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമല്ലേ. അപ്പോൾ ഈ നൈൽ നദിയുടെ വെള്ളമാണ് ഇതിനെല്ലാം അവർ യൂസ് ചെയ്യുന്നത്. നൈൽ നദിയുടെ വെള്ളം എന്ന് പറയുമ്പോൾ ഈജിപ്ഷ്യൻ ജനതയ്ക്ക് ഒരു അനുഗ്രഹീത വെള്ളമാണ്, പടച്ചോൻ്റെ ഒരു ദാനമാണ് അവർക്കത്. അപ്പോൾ ആ കാഴ്ച കാണാം നമുക്ക്. موجودة. عندك في عرض كام فدان؟ موجود. فدان ونص. بس في ده مش في اثنين في ده مش كده ازاي ده من زي اول يعني. ما هنعمل ايه يا مستر على قدنا. ഇപ്പോൾ മാംഗോ ആവുന്നതേ ഉള്ളൂ. പൂത്തിട്ട് ആ സ്റ്റാർട്ടായ ആ ഒരു സീനാണ് നമ്മൾ കാണുന്നത്. വലിപ്പമൊന്നും ആയിട്ടില്ല, ഒരുപാടുണ്ട്. ഇതിന്റെ പ്രത്യേകത ചെറിയ മരം എന്നുള്ളത്. ആ അതെ 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 അതെ. പക്ഷെ നമ്മുടെ നാട്ടിലെല്ലാം മരം എന്ന് പറയുമ്പോൾ വലുതാവുന്നല്ലേ, ഇവിടെ വലുതാവുന്നില്ല, ചെറിയ മരമാണ്. അതെയാ, ഓറഞ്ചിന്റെ കാണിച്ചരാ അപ്പുറമുണ്ട്. അടിപൊളി. അപ്പോൾ ആദ്യം നമുക്ക് ഈ വാഴത്തോട്ടം കാണാം. അത് കഴിഞ്ഞ് വന്നിട്ട് ഈ ഭാഗത്തുള്ള മാംഗോൻ്റെ ഇടയിൽ ഈ ഇതുണ്ടല്ലോ, പേരപ്പഴം, അതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഇത് ആദ്യം കണ്ടുവരാം. ഇതിനൊരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിലാണ് വെള്ളത്തിൽ കലക്കലാണ്. അപ്പം വേസ്റ്റ് ആയിട്ട് പോവില്ല. ഫെർട്ടിലൈസ് പിന്നെ നമ്മളെ കാലിവളം ആദ്യം അടിയിലിട്ട് കൊടുക്കും, ഇത് വെക്കുന്നതിന് മുമ്പേ അടിയിൽ. അതിൻ്റെ മുകളിലായി വാഴ വെക്കൽ. മറ്റുള്ള കെമിക്കൽ വളമെല്ലാം വെള്ളത്തിൽ കലക്കിയിട്ട് ആ ടാങ്കിൽ നിന്ന് വരുന്നതിൽ വരും. സ്പ്രേ അല്ല, പൈപ്പിലെ വരും. അപ്പൊ ഒന്നും വേസ്റ്റ് ആയി പോവില്ല വളം. അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഓരോരോ ദിവസം പിന്നെ ഒരാഴ്ചയിൽ എത്ര കൊടുക്കേണ്ട അതിന്റെ ലിമിറ്റ് അനുസരിച്ച് അതിൽ കലക്കിയിട്ട് ഇടല്. അപ്പൊ മോൻജി, ഈ വെള്ളം എവിടുന്നാണ് വരുന്നത്? വെള്ളം പിന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബോർവെയില്, പിന്നൊന്ന് നൈലിന്റെ. അതിന്റെ ഒരു വലിയൊരു ടാങ്ക് ഉണ്ട് അവിടെ. അത് ശരി. എന്ന വഴിക്ക് രണ്ട് തരത്തിലുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് എന്ന് വെച്ചാല് പിന്നെ സ്ഥലത്ത് ബോർവെയിലാണ്. രണ്ട് ബോർവെയിൽ ഉണ്ട്. അതിനാണ് ഞങ്ങൾ ചെയ്യല്. അത് ഇവിടെ വെള്ളം ഒഴിക്കാന്ന് വെച്ചാൽ രാവിലെ 5 മണി മുതൽ 7 മണി വരെ സൂര്യൻ. അതിനുശേഷം 6 മണി മുതൽ ഒരു 9 മണി വരെ രാത്രി. ഈ ബോർവെയിൽ ഇവിടുത്തെ ഗവൺമെന്റ് അനുവദിക്കുന്നുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഇവിടെ രാത്രിയാ? ഞങ്ങൾ ഇവിടെ രാത്രി ലൈറ്റ് ഒന്നും ഉണ്ടായില്ല. നേരത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. മറ്റേ ആ കുട്ടനെല്ലാം ഉണ്ടാവുന്നില്ല. ഇന്നലെ ഇത് തടി വെക്കും. മനസ്സിലായ? നമ്മുടെ നാട്ടിൽ ഇതൊന്നും അറിയില്ല. നാട്ടില് ഫുള്ള് കട്ട് ചെയ്യുന്നു. അങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. അല്ല, ഫുള്ള് എന്ന് വെച്ചാൽ അത് വലുതായിട്ടല്ലേ. ഇപ്പൊ വലുതായിരുന്ന മുമ്പേ ഇത് നാട്ടിലെപ്പോ കട്ട് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് വലുതായപ്പോ ഫുള്ള് കട്ട് ചെയ്ത് ഇത് പകുതിയാണ് ചെയ്തിട്ടുള്ളത്. വേദനിക്കില്ല. കാരണം എന്തെന്നറിയാം അത് പകുതി കട്ട് ചെയ്യുന്നത്. ആ ചെറിയ ഇതിനില്ല വിറ്റാമിൻസ് പിന്നെ വരുന്നോണ്ടിരിക്കുമ്പോ അത് വലിച്ചെടുക്കുമല്ല, അതിനാണ് അത് കട്ട് ചെയ്തത്. മോൻജി, ഇതിപ്പോ നമ്മ കടയിൽ നിന്ന് വാങ്ങുന്ന ആ പഴമാണോ? ഇത് സെയിം ആണല്ലേ? പഴം തന്നെ ഇത്. എത്ര വലിയ കൊല അല്ലേ?
ഈന് വേണ്ട കയറിട്ട് ഇത് കമ്പിയിട്ട് മുകളിലോട്ട് ആ കെട്ടൽ ആ ഈ കൊല ഇത് പൊട്ടാതിരിക്കാൻ വേണ്ടിട്ട് ആ ഹാ നമ്മുടെ നാട്ടിലെ പോലെ ഇത് മുളയിട്ട് കൊടുക്കലല്ല മുളയിട്ട് കൊടുക്കണമെങ്കിൽ എത്ര മുള വേണം ഇതുണ്ട് ഇതാ ഇതിന് ഇത് കെട്ടി കൊടുക്കല് ഓക്കെ 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 കയറിട്ടിട്ട് മുകളിലോട്ട് കാറ്റ് വന്നാലും ഒന്നും വന്നാലും ഈ വാഴത്തടി ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ത് വണ്ണാണെന്നറിയോ? അതിനുവപ്പിനോ ഈജിപ്തിലെ വാഴത്തോട്ടം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഭയങ്കരം തന്നെ അല്ലേ? എന്ത് വണ്ണം അല്ലേ? അല്ലേ? ഇതില് തേനുണ്ടാവും കേട്ടോ, തേന് അല്ലേ? വലിയ വലിയ എത്ര വലുതെന്നറിയത്? പോയിക്കാമല്ലേ പോയിട്ട് നമുക്കെല്ലാം എക്സ്പീരിയൻസ് ഉള്ള സ്ഥലം, നാട്ടിലെല്ലാം ഇങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ പോയത് കൊണ്ട് ഉണ്ട്. വളരെ ചെറുതാ ശരിക്ക്. ഇതിലൊന്നും മാംഗോ ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തുടക്ക സമയത്താണ് ഞങ്ങൾ ഈ തോട്ടത്തിലേക്ക് വന്നത്. تعرف عربي هو؟ مش عارف عربي. من الهند. انتم من الهند؟ يا مرحبا بيكم. انت بتصورنا؟ امال عم ابراهيم فين؟ فوق الارض ميزق. ماشي عم يشوف بس الارض الفاضي ده هيجي. طب تعالوا اشربوا شاي. شكرا. ശുക്രാൻ ശുക്രാൻ ശുക്രാൻ. ماشي. ഇവരൊക്കെ ഞങ്ങൾ വന്നത് കണ്ടിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കാനും ചായ കുടിക്കാനൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. നല്ലവരായിട്ടുള്ള ഈജിപ്ഷ്യൻ. ഈ മാവിനൊക്കെ വെള്ളം കൊടുക്കുന്ന ഒരു ചാല്, അതിലെ കൂടി വെള്ളം വരുന്ന കാണാൻ എന്ത് രസം എന്നറിയോ? കാണുക, ഇതാ ഇതുവഴി ഇങ്ങനെ വെള്ളം സ്റ്റാർട്ടായി ആ മാവ് തോട്ടത്തിൽ കംപ്ലീറ്റ് ചാല് ചാലായി കറങ്ങിയിട്ട് പോകുന്നു. കണ്ടോ? ഇതോ ലെമൺ ആയിട്ടുണ്ട്, ഇതാ ചെറുത് ചെറുത്. ഈ ഈജിപ്തിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഒരുപാട് മൈതാനങ്ങളാണ് കേട്ടോ കാലിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഇവിടുത്തെ ഗവൺമെൻറ് മുൻഗണന കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മളെ വിദേശികളായിട്ടുള്ള നമുക്കും ഇവിടെ വന്ന് കൃഷി ചെയ്യാൻ സാധിക്കും. സത്യത്തിൽ ആ മാവിൻ തോട്ടമൊക്കെ കാണുമ്പോൾ എനിക്ക് നാടിൻ്റെ ഓർമ്മ, എൻ്റെ ചെറുപ്പകാലമാണ് ഓർമ്മ വന്നത്. അതിൽ ആ സ്റ്റാർട്ടായിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, മാങ്ങപ്പറലെന്നാണ് ഞങ്ങൾ പറയുക. എത്രയോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതിൽ ഉപ്പിട്ടിട്ടൊക്കെ തിന്നിട്ടുണ്ട്. അത് പറക്കാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോഞ്ചി ഒരുപാട് ഓർമ്മകളിലേക്കാണ് ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മുളക് കൃഷി കേട്ടാ. ഇതെന്ത് മുളകല്ലേ മോഹൻ ഭായി? ആ ഇത് വലിയ മുളകായതുകൊണ്ട് വലിയ മുളകല്ലേ ഇത്? ഇതാ ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന മുളക് കൃഷി കേട്ടാ. മോഹൻ ഭായി, ഈ മുളകിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ? ചില്ലി തന്നെ അല്ല, ഇതിന്റെ ഓരോ ടൈപ്പിന് ഓരോ പേര് അങ്ങനെയൊന്നും ഇല്ല അല്ലേ? പക്ഷേ ഈ ചോന്നത് ആയതല്ലേ, പാകം ആയതല്ലേ? എരിവ് കുറഞ്ഞ മുളകായത്. പിന്നെ പൊടിച്ചിട്ട് ഇതാക്കും, ഉണക്കിയിട്ട്. ആ ഇപ്പൊ ഞങ്ങൾ വന്നത് ബ്രിഞ്ചാൽ തോട്ടത്തിൽ. വനിങ്ങ അല്ലേ? എടുത്തോ എടുത്തോ ടീച്ചർ. ഇതുണ്ടോ? അപ്പൊ ഇതിനിപ്പോ മരുന്നടിക്കുന്നതാണ്, ആ ശബ്ദമാണ് കേൾക്കുന്നത്. കാണുക, ഉണങ്ങിയിട്ടാണ് കോളിഫ്ലവറിന്റെ വിത്താണ്ടത്. കോളിഫ്ലവർ കുഴിച്ചിടാൻ കഴിയില്ല, വരില്ല. അപ്പൊ എങ്ങനെയാണ് കോളിഫ്ലവറിന്റെ തൈ ഉണ്ടായാലും എന്നറിയാ? ഇല്ല. അതാണ് ഇത് ഉണങ്ങിയിട്ട് വേണം ഇതിൽ നിന്ന് കടുക് പോലത്തെ ഇത് എടുത്തിട്ട് അത് നട്ടിട്ടാണ് അതിന്റെ ചെടി ഉണ്ടാകുന്നത്. അത് ശരി, ഓക്കെ.
പറഞ്ഞേ? ചെടിയിൽ ഒരു കോളിഫ്ലവറെ വരും, ആ കേബേജ് പോലെ തന്നെ. ആ ശരി. ആ അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് ഇതാ കണ്ട ഈ കോളിഫ്ലവർ അങ്ങാടുന്ന് പൊട്ടിച്ച് ഉണ്ടായത് കണ്ടില്ല. ഇതാ ഇത് കഴിഞ്ഞ് ആ ചെടി കാലാവധി കഴിഞ്ഞു. ഇതാ ഇടുന്നതാ കോളിഫ്ലവർ പൊട്ടിച്ചാൽ മതി. ഇപ്പം ഇതാ ഇത് പൊട്ടിച്ചത്. ഇവര് ഞങ്ങളെ കണ്ടിട്ട് ക്ഷണിക്കാൻ വന്നതാണ്. വീട്ടിലേക്ക് പോവാം, ചായ കുടിക്കാം, പിന്നെ മാംഗോ ആയിട്ട് തരാം എന്നൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. ശുക്രൻ ശുക്രൻ ശുക്രൻ. നിങ്ങളെ വിളിക്കുന്നതാണ് നിങ്ങളെ. ഓക്കെ خلي زي يتصل بيك وتيجي ايام المانجا ونقعد كده قاعده حلوه كده سوا يا حبيبي. ان شاء الله. انا خالكم محمد ان شاء الله ان شاء الله. قاعده عند التيتا هنا ودول بنات بنتي ان شاء الله. بجيبهم هنا. جوز واحد صعيدي. ها شوف اسم انت. جوز واحد صعيدي. ഇതാണ് തൂത്തുമരം. തൂത്തുമരം ഇതാ കുട്ടികൾ ഊഞ്ഞാലാടുന്നതൊക്കെ ഈ തോട്ടത്തിൽ തന്നെ താമസിക്കുന്ന തോട്ടക്കാരാണ് ഇവരൊക്കെ. ഇത് ലെമണ്, ചെറുനാരങ്ങ പിടിച്ചിട്ടുണ്ട്. ഇതാ കാണാം. ഇനെന്താ കൃഷി മോഹൻഭായി അങ്ങോട്ട്? കൃഷി കാണാൻ പോകുന്നത്. അതെയോ? അത് ശരി. ചെറിയ ചെറിയ ഡോസ് തന്നിട്ട് പിന്നെ അതിശയിപ്പിക്കുന്നേ. നോക്കാം എന്തെല്ലാം ഇല്ല നോക്കാലോ നമുക്ക്. അവലേ الحمد لله. ايه اخبارك؟ كله تمام؟ نعم. ايه تعال تفضل. ايه لسه السنه ده ايه كويس؟ حلو. حلو حلو. حلو ما اكيد. شاء الله. طب تعال احنا كده. ايه انت كسيت كده ليه؟ نعم ليه بس؟ شقة شقة بنجري ما بنقعدش. انت عامل ايه يا مصر؟ انا كويس الحمد الحمد لله. لله. ده الناس جاي من الامارات اه عشان اقول له فرج، انا اقول له تعالى فرج ماشي المانجا. خلوهم يتفرجوا. يتفرجوا يا عم عادي. ശുക്രൻ ശുക്രൻ. كله تمام يعني؟ تمام والله الحمد لله. تعال اشرب شاي. ഇവിടെ കാണുമ്പോൾ ശരിക്കും ഒരു നാടൻ കാഴ്ച. കൊക്കും കാക്കിയും വെള്ളവും എല്ലാം ആയിട്ടുള്ള ഒരു കാഴ്ച. അപ്പോൾ ഇവരുടെ ജീവിതമൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്താണ് അവർ ജീവിക്കുന്നത്. പിന്നെ അവിടെ പായ വിരിച്ചിട്ട് ഉക്ക വലിക്കലും ചായ കുടിക്കലും. അപ്പോൾ വീടിൻ്റെ അകം ഒന്ന് കാണാം. എന്തത്? കറി കൂട്ടിട്ട് ഇത് ഒരു ടൈപ്പ് ബീനാണ്. അതായത് പയറ് വർഗത്തിൽപ്പെട്ട ഒരു സൈസ് ബീനാണ് ഇത്. കണ്ട. അപ്പോൾ ഇതിപ്പോൾ കൃഷി ചെയ്തെടുത്തതാണിത്. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ടാണ് ഇന്ന് ഇതൊക്കെ എടുക്കേണ്ടത്. ഇനി ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത്. പോകുന്നത് മെഷീനില്ല. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് സൺഫ്ലവർ തോട്ടത്തിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹം കേട്ടോ. ഓടിപ്പോയിട്ട് സൺഫ്ലവർ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്നതും ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു രംഗം. ഓക്കെ സബർ സബർ സബർ. സമയം കളയണ്ട, ഇനിയും കാണാനുണ്ടല്ലോ. ഇനിയുള്ളത് ഗോതമ്പ് കൃഷി കേട്ടാ. അപ്പോൾ ഗോതമ്പ് എടുത്തിട്ട് അവിടെ കൂട്ടിയിട്ടുണ്ട്, കാണാം. ഇതാ ഗോതമ്പ്. ഒരു ഈജിപ്ഷ്യൻ കുട്ടിയാണ് ഞങ്ങളെ കൂടെ വന്നതാണ്. അപ്പോൾ അവനത് എടുത്തിട്ടൊക്കെ കാണിക്കുന്ന. കുമ്പളങ്ങ ഇതാണ് ഏറ്റവും നല്ലത് ഷുഗറിന്. അതിനാ ഞാൻ കൊണ്ടുപോകാനാണ് ഇത്. അതെയോ? ഇത് കൊണ്ടുപോയിട്ടെങ്ക ഇയാൾക്ക് വെജിറ്റബിൾ നമ്മളെ മറ്റേ വറവ് ആക്കിയിട്ട് കൊടുക്കണം. അതിനാണ് ഞാൻ ഇത് ഇവർക്കൊന്നും അറിയില്ല. ഇത് ഞാൻ കൃഷി ചെയ്തതിൽ നിന്ന് ഞാൻ വിട്ടിട്ട് പോയിട്ടില്ലേ. അപ്പൊ അവരെ കുരു കൊണ്ടുവന്നിട്ട് ഇടാ ഞാൻ കാണിച്ചുതരാം. ഇതിന്റെ പേരെന്താ പറഞ്ഞ? ഇതിന്റെ ഇതെന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് ഇല്ല.
ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ പടുവളങ്ങില്ലേ അതിന്റെ വേറൊരു ഇതാണിത്. ഓക്കെ. പക്ഷെ പടുവളങ്ങ നീട്ടം വെക്കും, ഇത് ഉരുണ്ടിട്ട് വരും. പടുവളങ്ങ, കുമ്പളങ്ങ, നരമ്പൻ ഇതെല്ലാം എന്ന് വെച്ചാല് ഷുഗറിന് ഏറ്റവും നല്ലതാണ്. ഷുഗർ ഇല്ലവര് എന്ന് വെച്ചാൽ ഭൂമിക്ക് അടിയിൽ ഉണ്ടാകുന്ന ഒന്നും കഴിക്കാൻ പാടില്ല. ഭൂമിക്ക് മുകളിലില്ല എന്നെല്ലാം കഴിക്കേണ്ടത്. അപ്പോൾ ഇത് ഈ മാങ്ങമരത്തിൻ്റെ വേറൊരു സെക്ഷനാണ് കേട്ടോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള മാങ്ങ. الله يطن. ايوه بس مش هيقعد. المناخ وحش بتاع الجو. بجد؟ والله هيصفي. ഇതിൽ നിറച്ചും പിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? هذا ده كويس. في واحد هنا، في واحد يا عمار. ده كويس. ഇനി ലെമൺ തോട്ടത്തിലേക്ക് പോകണം. عشان انا نريد برضه ثاني كمان. എന്ത് രസം മോളെ ഇങ്ങനെ പിടിച്ചിട്ട് നിന്നെ കാണാൻ. شوف اسمه انت اسمه معتز. معتز. يا بس انت بتتكلم مصري ما شاء الله. ഓക്കെയോ? ആ കൊയ്ക്കോ കുപ്പായത്തിന് അതിന് ശ്രദ്ധിച്ചിട്ട് ചെറുപ്പാന്ന് ഇട്ടിട്ടില്ല. മുള്ളുണ്ടാവും, താഴെ മുള്ളുണ്ടാവും മോൾ, നോക്കണം. ده فلفل في باذنجان هناك. ده فلفل في ذره. ഈ ഈജിപ്ഷ്യന് മോഞ്ചിയുടെ പരിചയക്കാരനാണ്. അപ്പോൾ ഇവനിക്ക് ഒരുപാട് കൃഷിയുണ്ട്, ഡിഫറെൻ്റ് തരത്തിലുള്ള കൃഷിയാണ് ഇവനിക്കുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ അവനിക്ക് ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. പിന്നെ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ യൂട്യൂബിലിട്ടോ ഫോട്ടോസ് എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ തോട്ടത്തിൻ്റെ ഓണർ ഇവനാണ് കേട്ടോ. അതാ جميل. ده جاي في النت بعدين. ده على النت. يا عم مش مشكله. مش هزر. ودينا. انا اقول لك شوف. ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന മുളക് കൃഷി, പിന്നെ ചോളമല്ലേ പറഞ്ഞത്, ചോളം കൃഷി ഒക്കെ കാണാം. امشي معاهم يا معتز على البتنجان. ഇതുവരെ സാധനങ്ങൾ വെക്കുന്നതും അതുപോലെ ഇവർക്ക് വിശ്രമിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു റൂമാണ്. ഈ പയ്യന് ഞങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നു. ചോളമായത് അല്ലേ? എന്താ ചോളമായതുണ്ട്. അതെന്തിനാ അത്? അതാ പൂ പോലത്തെ എന്ത് സാധനം അത്? ഉള്ളിയാ? محمد هذا شو؟ بصل هذا؟ ايوه ده بصل؟ ده كيف؟ ഓക്കെ എടുക്കാം, ഇപ്പോൾ എടുക്കാം. لا لا بس انا اسوي صورة بس. Cabbage, cauliflower, cabbage. അവനോട് ഇപ്പോൾ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതല്ലേ മാൻബായിക്കോ ഇത് കേബേജ് അല്ലേ ഇത്? അതിന്റെ ഉള്ളിൽ കാണുന്ന ഈ വെളുത്ത പൂവിന്റെ എന്താന്ന് പറയുന്നവർക്ക് ഉള്ളി അല്ല, ഉള്ളി തന്നെ. ആ പൂ എന്താന്ന് അറിയില്ല. ഓണിയൻ മറ്റേ ഇതല്ലേ? ഓനിയൻ ഫ്ലവർ അല്ല, സ്പ്രിംഗ് ഓണിയൻ. സ്പ്രിംഗ് ഓണിയൻ ഈ വെളുത്ത തണ്ടല്ലേ ഉണ്ടാല്? സ്പ്രിംഗ് ഓണിയൻ എന്ന് വെച്ചാൽ ചെറിയ ഓണിയാണ് സ്പ്രിംഗ് ഓണിയൻ എന്ന് പറയുന്നത്. بكره باذن الله كده ان شاء الله باذن الله. ഉള്ളിന്റെ വിത്താ? انت عامل ايه؟ അതെ. حلو.
ഉള്ളിലെ വിത്താന്നത്. അത് ശരി. ഈ വിത്ത് ഉണക്കിയിട്ട് വേണം ഉള്ളിലെ തൈ ഉണ്ടാക്കാൻ. ആ അല്ലാണ്ട് ഉള്ളി എടുത്ത് നട്ടിട്ടല്ല തൈ ഉണ്ടാക്കല്. ഓക്കെ. ഉള്ളി നട്ടിട്ടാകുമ്പോ വരുന്നല്ല അപ്പൊ തൈ. بصل بصل ബസൽ സാ ഉള്ളി നട്ടാ ആ ഉള്ളി തന്നെ ഉണ്ടാല്. دي تقاوي بصل ايه دي كده تقاوي زنبخ اعمل تقاوي اه ده بصل بصل അയ്യോ അയ്യോ അയ്യോ. بس ده يعمل ايه بقى ده كده تقاوي دلوقتي ما يتاكلش ناخد التقاوي بتاعته അയ്യോ അയ്യോ. ايوه ده بصل جميل വാങ്ങിച്ചു. അതിനെന്തെന്ന് നമ്മൾക്ക് കാറിലോട്ടാവും. ശുക്രാൻ ശുക്രാൻ. نزرعها تاني. അത് മസ്റാത്ത് വാർദി ഇവിടെ ഞങ്ങളെ ഈ തോട്ടത്തിൽ വന്ന ഈ ഈജിപ്ഷ്യൻ വളരെ നല്ല ആൾക്കാരാണ്. ഞങ്ങൾക്ക് എല്ലാ കാര്യവും പറഞ്ഞു തന്നു. അതുപോലെ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അവർ എത്ര ചിരിച്ചും കൊണ്ടാണ് ഞങ്ങളെ പിന്നെ ഞങ്ങളോട് സംസാരിക്കുന്നതും ഇടപെടുന്നതൊക്കെ. ശുക്രാൻ ഹബീബി ശുക്രാൻ. ليمون شوكة لو مسكت ده شوكة جامدة അയ്യോ ഞാൻ ആരും. شوك ليمون ലെമൺ ചെറുത് ചെറുത് കുറേ പറിക്കുന്നതാണ്. ليمون صغير ഇപ്പൊ അതാ ലിസായി. ഓക്കെ ബസ്. ഇതെന്ത് കാടളകി വരും. ഈ തോട്ടത്തിൻ്റെ കാഴ്ച തീർന്നിട്ടില്ല. ഇവർ ഒരു കുടുംബത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ ജ്യേഷ്ഠന് അനിയന് അങ്ങനെയുള്ളവർക്കൊക്കെ തോട്ടമാണ്. ഒരാൾക്ക് മാവിൻ തോട്ടം, ഒരാൾക്ക് വാഴത്തോട്ടം, ഒരാൾക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ പഴങ്ങളെയും അതുപോലെ പച്ചക്കറികളുടെയൊക്കെ കൃഷി. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന കൃഷി സ്ഥലം. تعال كل توت. توت. ഇത് തിന്നോക്കെ. ഇത് الاسود لا الاسود. ബ്ലാക്ക് لا ബെറി. الاسود لا. ബ്ലാക്ക് ബ്ലാക്ക് ബെറി. لا السؤال. ഇപ്പം ഞങ്ങൾ വന്ന് ബ്ലാക്ക് ബെറി മരത്തിൻ്റെ അടുത്തെത്തി കേട്ടാ. ഇതാ ഇതിൽ പിടിച്ചിട്ടുണ്ട് എന്ന് പറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇതാ ഞങ്ങൾ കഴിക്കുകയാണ്. അടല മീത്ത കാണുന്ന ഇഷ്ടം പോലെ. ഈ വാഹൻ بس واحد بس. لا لا في كثير. ആ എന്ത് മധുരം എന്നറിയാം. നല്ല മധുരം ഉണ്ട് കേട്ടോ. لا العالي. لا بس كافي. ബ്ലൂബെറി ബ്ലാക്ക് ബെറി എന്നെല്ലാം പറയുമ്പോൾ ദുബൈയിൽ നിന്ന് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് പാക്കറ്റിൽ വരുന്നത്. പക്ഷെ മരം കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഇത്രയും വലിയ ഒരു തോട്ടം, അത് ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൃഷികളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഓക്കെ എനിക്ക് വേണ്ട. تعالى اوريك شجرة مانجا هندي بتاعتك عندي. تعالى ഹിന്ദി. അന ഗൈന അച്ഛൻ ഷൂഫ് മാംഗോ മസ്രി. لا انا اوريك مانجا. ഇദ്ദേഹത്തിന് ഇതിലെ കൂടി വരുമ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. ഇന്ത്യൻ മാംഗോ മരം. അപ്പം അത് ഞങ്ങൾക്ക് കാണിക്കാനായിട്ട് ഭയങ്കര ആവേശം കേട്ടോ. അപ്പോൾ മോഹൻജി പറഞ്ഞു ഇന്ത്യൻ മാംഗോ അല്ല ഞങ്ങൾക്ക് കാണേണ്ടത് ഈജിപ്ഷ്യൻ മാംഗോ എന്നാണ്. കസിമാങ്ങ. عندنا بقى في حاجة اسمها هندي ملوكي بس ده الهندي المنشاوي ده الاساس الهند من هند. جيبوا من هند. بقاله فترة جامدة عندنا ده അവള് കസിമാങ്ങ നീളത്താമ. دي جوافة بس لسه. ഇത് പേരപ്പഴത്തിന്റെ മരമാണ് കേട്ടോ. ഒന്നും ആയിട്ടില്ല, തുടങ്ങിയത് മാത്രം. മസ്രി. ده جوافة مستر عربي. അങ്ങനെ ഞങ്ങൾ ബ്ലാക്ക് ബെറി കഴിച്ചിട്ട് കയ്യിലൊക്കെ കറിയായി കേട്ടോ. جوع انما الاصلي اهو لسه صغير لا ده. عشان هو اشوف اول. ده من شلو. ده ايه مرجع كهرباء يا عربي. مش تخافش. خليه يرقص عشان يبقى كده. ده ملكة كيني. ഇത് നാരങ്ങ. നാരങ്ങ അല്ലേ?
ആ ചെറിയ നാരങ്ങ ഇതാ ചെറിയ നാരങ്ങ എല്ലാം ആകുന്നതേ ഉള്ളൂ, പാകമായിട്ടില്ല, ആകുന്നതേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ വന്നത് ഓറഞ്ച് തോട്ടത്തിലാണ്, പക്ഷേ പാകമായിട്ടില്ല, ചെറുതാണ്. ഹാമ്ര ഓക്കെ ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ് أنا سوي صورة هني هذا بحمار هذا صور كذا سنايبر يا عمي هذا الله يخرب بيتك. ഇതൊന്നും ഫോട്ടോ എടുക്കാം അപ്പിനു. കഴുതിയും അതുപോലെ റിക്ഷിയും എല്ലാം ഒന്നിച്ചിട്ട് ഒരു മീറ്റപ്പ് അല്ലേ? കഴുതിയും റിക്ഷിയും എല്ലാം ആയിട്ട് ഒരു മീറ്റിംഗ് ഇവിടെ. ഇരിക്കുന്നെങ്കിൽ ഇരിക്കാം. എന്ത് ജെറിയ ഇരുന്നോന്ന് പറയുന്ന അതിലിരിക്കുന്ന കഴുതന്റെ മുകളിൽ അടുത്തേക്ക് خايفة تركب ليه؟ اركبي. الترسيكل ده وانا انا مش والدتك دي، انا عايزها هي تمسكك تركبي. ഇരുന്നോന്ന് പറയുന്ന എന്തായില്ലാന്ന് പറയുന്ന. ഇരുന്നോ? ഇരിക്കുന്നില്ല. ഇല്ല. അത് ഇവരെല്ലാം പറയുന്ന ഈ കഴുതന്റെ മുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മളെ കുട്ടികൾക്ക് ധൈര്യമില്ല. ഇതാ അവര് കണ്ട പാവം മൃഗമാണ് കഴുത, ഒന്നും ചെയ്യാത്ത ഒരു മൃഗം കഴുത. ഇപ്പൊ ഞങ്ങളുടെ വന്നത് അറിഞ്ഞിട്ട് കുറെ കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ. അത് അവരെല്ലാം വിളിക്കുകയാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളൊക്കെ ചിരിച്ചുകൊണ്ട് വരികയാണ്. ഇവർക്കൊക്കെ ഞങ്ങളെ കൂടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആഗ്രഹമാണ്. അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഒരു സംഗമം, കുടുംബ സംഗമം നടക്കുകയാണ് ഇപ്പോ. ഇവര് പറയുന്ന ഞങ്ങളെ കൂടെ ഇന്ത്യയിലേക്ക് വരുന്നത് ഓക്കെ ബൈ ബൈ. ഞങ്ങളെ വിടുന്നില്ല കേട്ടാ. വീണ്ടും ഇനി ഒരുപാട് തോട്ടമുണ്ട്, അങ്ങോട്ടൊക്കെ പോവാ, വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരാന്നൊക്കെയാണ് പറയുന്നത്. മോൻജി പറഞ്ഞു ഞങ്ങൾക്ക് ലേറ്റായി, വേറെ സ്ഥലത്തും പോകാനുണ്ട്, അതുകൊണ്ട് പിന്നൊരവസരത്തിലാവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഞങ്ങളെ വിടാനും മനസ്സ് വരുന്നില്ല കേട്ടാ. ഫോട്ടോ എടുക്ക്, വീഡിയോ എടുക്ക്. ഈ തുക്ക് പറഞ്ഞാൽ റിക്ഷയാണ്. ഈ റിക്ഷയിൽ കയറിക്കോ, ഞങ്ങൾ കൊണ്ടുപോവാ, ഞങ്ങൾ ഫുള്ള് കാണിക്കാന്നൊക്കെ പറയുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവർക്ക്. കൂടുതലും ഞങ്ങൾ ഫോട്ടോസ് പിന്നെ ഇൻ്റർനെറ്റിൽ വരും, യൂട്യൂബിൽ വരും എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഫോട്ടോ എടുക്ക്. കുറേ കുട്ടികൾ വന്നു കേട്ടാ. പിന്നെയും കുട്ടികളെ വിളിക്കാനൊക്കെ പോയി അവർ. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇവൻ എന്നോട് ചോദിക്കുന്നത് ഈജിപ്ത് എങ്ങനെയാന്ന്, ഈജിപ്താണോ ഇഷ്ടം അതുപോലെ പിന്നെ ദുബൈ ആണോ ഇഷ്ടം. അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഈജിപ്ത് നമ്പർ 1 ആണ്. ഈജിപ്ത് സെയിൻ അതാ ടൂറിസ്റ്റ് പ്ലേസ്, ഹിസ്റ്ററിക്കൽ പ്ലേസ്, യാനി ബിലാദ് സെയിൻ. ഇവന് ഈ കഴുതൻ്റെ മുകളിൽ കയറിയപ്പോൾ എന്തൊക്കെ കാണിക്കണം എന്നുണ്ട്. അപ്പോൾ എന്നോട് പറയുന്ന നീ എൻ്റെ വീഡിയോ എടുക്ക്. പുതിയ ഒരുത്തന് കൂടി കഴുതൻ്റെ മുകളിൽ കയറിയിട്ട് എൻ്റെ വീഡിയോ എടുക്ക്, എന്നെ യൂട്യൂബിലിടുന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അവൻ്റെ ജ്യേഷ്ഠനുണ്ട്. മൈ നെയിം ബദ്രുദ്ദീൻ. ഓക്കെ, വാട്ട് ഈസ് യുവർ നെയിം? മുഹമ്മദ്. എന്താ? മുസ്തഫ. كيفك مصطفى؟ الحمد لله. من وين؟ من هند. هند. ايوه احسن صح. ناس.
ഹിന്ദ് അതാ ആ കൗലു ഒന്ന് മുണ്ടിയ ചെക്കനോടൊന്ന് മുണ്ടിയ എവിടെന്ന് ചോദിക്കുന്ന من وين وين؟ سكن اسماعيليه هناك موهل هذا صديق موجود انا هنا راح لصديقك يعني؟ ايه ايوه اوكي 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 تمام سلم. How are you? good From Mumbai or from Kerala Kerala? Kerala هذا في الهند. my wife Your wife, huh? yeah children You're a visitor or visit Visit. yeah Yeah. What's the hotel? no hotel my friend is here I'm staying with انت عايش فين؟ مطير احسن بيه. اهلا بيكم اتفضلوا. شكرا حبيبي شكرا Welcome. حبيبي ويلكم. നമ്മളെല്ലാം ക്ഷണിക്കുന്നത് വാ പരക്കും പോവാന്ന് പറയുന്നത് في تاني موجود تاني يجيب شوف سوي طعام فوج ശുക്രൻ ഹബീബ് ശുക്രൻ والله صح تفضل. ഈ തോട്ടത്തിൽ വന്നപ്പോൾ ഇവരൊക്കെ ഞങ്ങളെ ക്ഷണിച്ച് വീട്ടിലേക്ക് ക്ഷണിക്കാനും ഞങ്ങളെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും സംസാരിക്കാനൊക്കെ വന്ന നല്ലവരായ ഈജിപ്ഷ്യനാണ് ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഷാർഖ അയ്യാ അന ദുബായ് ഓക്കെ ഓക്കെ Nice to meet you. ഓക്കെ my ഹബീബി friend. താങ്ക്സ് Goodbye. ശുക്രൻ ശുക്രൻ ഹബീബി ശുക്രൻ ഓക്കെ ഇതാ ഈ കുട്ടികൾക്ക് ഞങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊരു ആഗ്രഹം എന്നറിയാം കാത്തു നിൽക്കുകയായിരുന്നു ഞങ്ങളെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി എന്താ ഞങ്ങൾ തോട്ടം കണ്ടതിന് ശേഷം തിരിച്ചു പോകാണ്. അപ്പോൾ ആ കുട്ടികളെയും അവരെ സ്വഭാവങ്ങളും കളിയൊക്കെ കണ്ടിട്ട് ഇവിടുന്നും വിഷമമാണ് പിരിഞ്ഞു പോകാനായിട്ട്. മോഞ്ചി ഒരുപാട് നന്ദിയുണ്ട്. ഇത് ഞങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു സാധിച്ചത്. ഇതുപോലത്തെ കാഴ്ചകൾക്കാണ് ഞങ്ങൾ പിന്നെ കാത്തിരിക്കുന്നത്, ഞങ്ങൾ പിന്നെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്നും ഞങ്ങളെ റെക്കോർഡിൽ ഇതുണ്ടാവും. താങ്ക് യു.